10 ദിവസമായി എൻ്റെ മോൻ കിടക്കുന്നു ICU. ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞു ഡോക്ടർ. ഞങ്ങൾക്കൊരു കഴിവുമില്ല. എനിക്കെങ്കിലും ശ്വാസം മുട്ടും ഇതും അല്ല. ഭർത്താവിനെങ്കിൽ 65 വയസ്സായി. എപ്പോഴും അസുഖമാണ്. 2 പിഞ്ചു കുഞ്ഞാളും ഭാര്യനും ഓക്കെങ്കിലും പണിക്ക് പോകണ്ട. ഒന്നും പണി അറിയുന്നില്ല. അതിനുള്ള ആരോഗ്യമില്ല. ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഞങ്ങൾ എല്ലാവരും എത്തി സഹായിച്ചാൽ എൻ്റെ മോനെ രക്ഷപ്പെടുത്താന്ന് പറയുന്നു. കാസർഗോഡ് ജില്ലയിലെ ഭീമനടിയിൽ ജീരകപ്പാറ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളുള്ളത്. സങ്കടം നിറയുന്ന ഒരു കൊച്ചു വീടാണിത്. ഈ കൊച്ചു വീട്ടിൽ ഇന്നലെ വരെ ഒരുപാട് വല്ലായ്മയ്ക്കിടയിലും സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു കുടുംബം. പക്ഷേ ഇന്ന് കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും പറഞ്ഞറിയിക്കാനാവാത്ത നൊമ്പരത്തിൻ്റെയും നടുവിലാണ്. ആ വീടിൻ്റെ താങ്ങും തണലുമായിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കെട്ടിടത്തിൽ നിന്ന് വീണ് അബോധാവസ്ഥയിൽ നമ്മുടെയൊക്കെ കനിവും സഹായവും തേടുകയാണ്. ജീരകപ്പാറയിലെ രഞ്ജിത്തിൻ്റെ കഥയാണ്. അച്ഛൻ രാഘവനോടൊപ്പം പണിക്ക് പോയതായിരുന്നു രഞ്ജിത്ത്. കോൺക്രീറ്റ് പണിക്കിടയിൽ ഒരു ദിവസം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണപ്പോൾ തകർന്നു പോയത് ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളുമായിരുന്നു. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വലിയ വീഴ്ചയിൽ രഞ്ജിത്ത് അബോധാവസ്ഥയിലായി. ഉടനെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്ക് ഭീമമായ തുകയാണ് ആവശ്യമായി വന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. മരുന്നിന് വലിയൊരു തുക വേണ്ടി വരുന്നു. ഈ കൊച്ചുകുടിലിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആ പാവങ്ങൾക്ക് മരുന്ന് എന്നത്, ആ കാശ് എന്നത്, ആ വലിയ തുക ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമാണ്. കൂലിവേല ചെയ്താൽ അന്നന്ന് കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു രഞ്ജിത്തും അച്ഛനും അമ്മയും ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന കുടുംബം ജീവിച്ചിരുന്നത്. പക്ഷേ ഇന്ന് എല്ലാ വഴികളും മുട്ടിയിരിക്കുന്നു. ഈ കുഞ്ഞുമക്കളുടെ മുഖം ആരുടെയും കണ്ണ് നനയിപ്പിക്കും. അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുന്നു. പക്ഷേ അച്ഛൻ ചികിത്സയുടെ മറ്റൊരു ലോകത്താണ്. എന്തായാലും നമ്മളൊക്കെ കൈകോർത്താൽ രഞ്ജിത്തിനെ പഴയ ജീവിതത്തിലേക്ക്, പഴയ ആവേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. രഞ്ജിത്തിൻ്റെ മരുന്നിന് വേണ്ടി നമ്മളൊന്ന് കൈകോർത്താൽ അത് ഈ കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായവും ഏറ്റവും വലിയ ചാരിതാർത്ഥ്യവുമായി മാറും. കഴിഞ്ഞ 10 ദിവസം മുമ്പാണ് രഞ്ജിത്തിന് അപകടം സംഭവിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ വീട്ടിനുള്ളിൽ കണ്ണീര് മാത്രമാണ്. മകൾ വൈകയും മകൻ ദേവനന്ദനും അച്ഛൻ്റെ വരവും കാത്തിരിക്കുന്നു. ആ കുഞ്ഞുമക്കളുടെ മുഖം നമ്മെ വല്ലാതെ കരയിപ്പിക്കുകയാണ്.